Hi dears, welcome back to my YouTube channel. ഇന്ന് നമ്മളൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു നൈറ്റിയുടെ കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള മെറ്റീരിയൽ നൈറ്റി ബിറ്റ് വാങ്ങിയതാണ്. 3 മീറ്ററിൻ്റെ നൈറ്റി ബിറ്റാണ് വാങ്ങിയത്. ഇതിന് റേറ്റ് വരുന്നത് 180 സംതിങ്. ഇത് ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ്. അപ്പോൾ അമ്മേൻ്റെ തന്നെ ഒരു യൂസ് ചെയ്യുന്ന നൈറ്റിയിൽ നിന്നാണ് മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തെടുത്തുള്ളത്. ഞാനിത് ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്ന നൈറ്റിയാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മെഷർമെൻറ്റ്സ് ഫുൾ ലെങ്ത്തും ഷോൾഡറും ആം ഹോളും ബസ്റ്റ് ലെവലും വേസ്റ്റ് ലെവലും പിന്നെ സ്ലീവിൻ്റെ ലെങ്ത്തും അടിഭാഗത്ത് വേണ്ടിയിട്ടുള്ള വീതിയും പിന്നെ നെക്കിൻ്റെ വിഡ്ത്തുമാണ് ഞാൻ നോട്ട് ചെയ്തിട്ടുള്ള മെഷർമെൻറ്റ്സ്. ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന പോലെയാണ് മെറ്റീരിയൽ മടക്കേണ്ടത്. ആദ്യം സെൻറ്ററിൽ വീതി ഫോൾഡ് ചെയ്യുക, എന്നിട്ട് ലെങ്ത് വൈസ് ഫോൾഡ് ചെയ്യുക. ആദ്യം വിഡ്ത്ത് വൈസ് ഫോൾഡ് ചെയ്തിട്ട് അത് മൊത്തത്തിൽ ലെങ്ത് വൈസ് ഫോൾഡ് ചെയ്യാണ് വേണ്ടത്. വീഡിയോയിൽ മൊത്തം മെറ്റീരിയൽ കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു പേപ്പറിൽ കാണിച്ചു തന്നത്. ഇത് പുറത്തേക്ക് വരുന്ന ഭാഗമാണ് ഓപ്പൺ സൈഡ്, മറ്റേ രണ്ട് സൈഡും ഫോൾ സൈഡ്. ഇത് ഓപ്പൺ സൈഡും മുകളിലും സൈഡിലും ഫോൾ സൈഡാണ് ഉണ്ടാവുക. പിന്നെ നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം മുകളിലുള്ള ഫോൾഡ് കട്ട് ചെയ്യും. അപ്പോൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും നമുക്ക് വേറെ വേറെ ആയിട്ട് കിട്ടും. ഫസ്റ്റ് നമുക്ക് ഷോൾഡർ 8 ഇഞ്ച് മാർക്ക് ചെയ്യാം. മുകളിൽ ടാപ്പ് വെച്ചിട്ട് 8 ഇഞ്ച് മാർക്ക് ചെയ്യാം. ആ സെയിം അളവ് തന്നെയാണ് കൈക്കുയും 8 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇപ്പം മാർക്ക് ചെയ്ത 8 ഇഞ്ചിൽ നിന്ന് നേരെ താഴോട്ടേക്ക് ഒരു 8 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി അത് ജോയിൻ ചെയ്തിട്ട് ഒരു ലൈന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. ഇനി ആ 8 ഇഞ്ചിലൂടെ പാസ് ചെയ്യുന്ന ബസ് ലെവലാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. അത് 12 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ള മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത്. 12 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഈ മാക്സി അത്യാവശ്യം നല്ല ലൂസിലാണ് ഞാൻ അടിക്കുന്നത്. എൻ്റെ അമ്മ അത്യാവശ്യം നല്ല ലൂസിലാണ് മാക്സി ഇടുക. അപ്പോൾ വേസ്റ്റും ഞാൻ സെയിം 12 തന്നെയാണ് കൊടുക്കുന്നത്. ഷേപ്പ് ഒന്നും കൊടുക്കുന്നില്ല. വേസ്റ്റും സെയിം 12 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്തിട്ട് ലൈൻ വരച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഫുൾ ലെങ്ത് ആണ് മാർക്ക് ചെയ്യുന്നത്. 54 ഇഞ്ചാണ് ഫുൾ ലെങ്ത് വരുന്നത്. അതിൻ്റെ കൂടെ സെയിമും കൂടെ കൂട്ടിയിട്ട് ഒരു 55.5 ആണ് ഞാൻ ഫുള്ളായിട്ട് മാർക്ക് ചെയ്യുന്നത്. ഇത് 3 മീറ്റർ നമുക്ക് കറക്റ്റ് അളവാണ്. തീരെ മെറ്റീരിയൽ ബാലൻസ് ഒന്നും വന്നിട്ടില്ല. അത്യാവശ്യം ഹൈറ്റുള്ള ഒരാൾക്കുള്ള അളവാണിത്. ശേഷം താഴെയുള്ള വീതി ഫുള്ളായിട്ട് മാക്സിക്ക് എടുക്കുന്നുണ്ട്. ഫുള്ളായിട്ടൊരു ലൈന് വരച്ചിട്ട് വേസ്റ്റിൽ നിന്ന് ഇങ്ങനെ ചെരിഞ്ഞിട്ട് താഴെയുള്ള വീതിയിലേക്കൊരു ലൈന് വരച്ചാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഫുള്ള് വരച്ചു കൊടുക്കാം. മാക്സിൻ്റെ ഫ്രണ്ടിൽ ഞാനൊരു റെഡിമെയ്ഡ് നെക്കാണ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ നെക്ക് എടുത്തിട്ട് അതിൻ്റെ വിഡ്ത്ത് എത്ര ഉണ്ട് നോക്കിയിട്ട് അതിൻ്റെ പകുതിയാണ് ഞാൻ നെക്ക് മാർക്ക് ചെയ്യുന്നത്. അതായത് ആ സെയിം മെഷർമെൻറ്റിൽ വേണം നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്ക് പീസിൻ്റെ വീതി, അതായത് ആ ബോർഡറിൻ്റെ ഉള്ളിലുള്ള വീതിൻ്റെ പകുതി നമ്മൾ കഴുത്തിൻ്റെ വീതി മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ആ ആം ഹോള് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കർവ് ചെയ്ത് കൊടുക്കുക. ഇത് ചുരിദാർ അരിക്കുന്ന പോലെ ഫ്രണ്ട് കുഴിച്ച് വിട്ട് അങ്ങനെ ഒന്നുമില്ല, രണ്ടും സെയിം പോലെയാണ് വെട്ടുന്നത്. അപ്പോൾ ആം ഹോളൊന്ന് ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക. ഇനി ആ ഭാഗത്തു നിന്നാണ് നമ്മൾ ഇതിനേക്കുള്ള സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക. കർവ് ചെയ്തതിന് ശേഷം എല്ലാത്തിലുമുള്ള സീമും കൂടെ മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് ഇതിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. താഴെ വരെ കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്തതിന് ശേഷമാണ് നെക്കൊക്കെ വെട്ടുന്നത്. കട്ട് ചെയ്തതിന് ശേഷം മുകളിൽ വരുന്ന ഫോൾഡിൻ്റെ ഭാഗം കട്ട് ചെയ്തിട്ട് ഫ്രണ്ട് പീസും ബാക്ക് പീസും വേറെ വേറെ ആക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം.
വരയ്ക്കാൻ പോകുന്നത്. ആ ആം ഹോൾ വരച്ച സെയിം ഭാഗത്തു നിന്ന് തന്നെ നമുക്ക് കൈ വരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ആം ഹോളിൻ്റെ അത്ര കുഴി ഇല്ലാതെ ആ കുഴി ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അവിടെ ഒരു യെല്ലോ ചോക്ക് കൊണ്ട് വരച്ച ആ ലൈൻ ഉണ്ടല്ലോ, ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത്, ആ ലൈനൊന്ന് വരച്ചു കൊടുക്കാം. ശേഷം നമ്മൾ വെട്ടി വെച്ച നൈറ്റിൻ്റെ ആം ഹോള് അളന്ന് നോക്കാം. അത് 11 ഇഞ്ചോ 11.5 ഇഞ്ചോ അങ്ങനെ എന്താണ് വരുന്നത്. അപ്പം നമ്മളിപ്പോൾ പുതിയ വരച്ച വര സെയിം അളവ് തന്നെ ഉണ്ടോ നോക്കണം. ഇല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പം കൈ ടൈറ്റായി പോകും. എന്നപ്പം ഇല്ലെങ്കിൽ അഥവാ അളവ് കുറവാണെങ്കിൽ ആ ലൈന് കുറച്ച് പുറത്തേക്കൊന്ന് നീട്ടി വരച്ചിട്ട് അത് സെയിം ആക്കുക. രണ്ടളവും സെയിം ആയാൽ മാത്രമേ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ജസ്റ്റ് താഴോട്ടേക്കൊന്ന് കുറച്ച് ആ ചെരുവിൽ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന പോലെ ഒന്ന് ജസ്റ്റ് പുറത്തേക്ക് വരച്ചു കൊടുക്കാം. എന്നിട്ട് അവിടെ നേരെ ഒരു വര വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് മുക്കാൽ സ്ലീവാണ് എനിക്ക്, മുക്കാൽ ലെങ്ത്തുള്ള സ്ലീവാണ് എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ അത് കട്ട് പീസ് വെച്ചിട്ടാണ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഫസ്റ്റ് പീസാണ് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ വരച്ച വരയിലൂടെ കറക്റ്റാക്കി കട്ട് ചെയ്ത് കൊടുക്കുക. നോച്ച് ഇട്ട് കൊടുക്കണം സെൻറ്ററിൽ, എന്നാലേ നമുക്ക് അറ്റാച്ച് ചെയ്യുമ്പം കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ ബാക്കിയുള്ള മെറ്റീരിയലിനാണ് ജോയിൻ ചെയ്യാനുള്ള പീസ് എടുക്കുന്നത്. ഇതിപ്പോൾ ഫോൾഡിലിട്ട മെറ്റീരിയൽ ആണല്ലോ, അപ്പം നമുക്ക് ഒരു കട്ടിന് 2 സ്ലീവിനും കൂടിയുള്ള തുണി കിട്ടും. അപ്പോൾ ഇതിൻ്റെ മൊത്തം റൗണ്ട് എത്ര വരുന്നത് നോക്കിയിട്ട് മാക്സിമം എത്ര പീസ് കിട്ടുമോ അത്ര ഞാൻ എടുത്തിട്ടുണ്ട്. എന്താ വെച്ചാൽ അത്യാവശ്യം സ്ലീവിന് ലെങ്ത്ത് വേണ്ടിയുണ്ട്. അത്ര ലെങ്ത്ത് വേണ്ടെങ്കിൽ 2-3 ജോയിൻ പീസൊക്കെ, ഞാൻ ഇപ്പോൾ മൊത്തത്തിൽ 4 പീസുകൾ ജോയിൻ ചെയ്താണ് സ്ലീവ് അടിച്ചിട്ടുള്ളത്. 3 എണ്ണമൊക്കെ ജോയിൻ ചെയ്താൽ തന്നെ അത്യാവശ്യം ലെങ്ത്ത് ഉണ്ടാവും. ഇവിടെ നമുക്ക് ഫുള്ള് എത്ര വീതിയാണോ വേണ്ടത് കൈക്ക്, ആ വീതിക്ക് പീസ് ഇങ്ങനെ വരച്ചിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം ചെരിവൊക്കെ, ഇപ്പം ഈ സൈഡ് ഇങ്ങനെ ചെരിനാണല്ലോ കിടക്കുന്നത്, ആ ചെരിവൊക്കെ നമുക്ക് പിന്നെ അത് വരച്ച് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യം തന്നെ നെക്ക് പീസാണ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. നെക്ക് പീസ് അടിക്കാൻ വേണ്ടിയിട്ട് ഈ നെക്ക് പീസ് എടുത്തിട്ട് അതിൻ്റെ പുറത്തേക്കുള്ള സീം കറക്റ്റ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ആ ബോർഡറിൻ്റെ, അതായത് ആ നെക്ക് പീസ് ഡിസൈനിൻ്റെ പുറത്തേക്കുള്ള സീം ഉള്ളോട്ട് മടക്കി വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അത് പിന്നെ സ്റ്റിച്ച് ചെയ്താലും മതി, പക്ഷേ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്താൽ പിന്നെ അത് മറച്ച് അടിക്കുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. സീം ഉള്ളോട്ട് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആ സീമിൻ്റെ വളവുള്ള ഭാഗത്തൊക്കെ ചെറിയ ചെറിയ കട്ട്സ് ഇട്ടെടുത്താൽ നമുക്ക് അത് മടക്കി അടിക്കുമ്പോൾ കുറച്ചുകൂടി സിമ്പിളാകും. ഇനി നമ്മൾ നൈറ്റിക്ക് കട്ട് ചെയ്ത് വെച്ച പീസിൽ
ഒരു പീസ് എടുക്കുക. ഫ്രണ്ടും ബാക്കും സെയിം ആണ്, ഏത് പീസ് എടുത്താലും കുഴപ്പമില്ല. ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ അത് സെൻറ്ററാക്കി മടക്കി വെച്ചിട്ട് കട്ടിട്ട് കൊടുക്കുക. ഈ നെക്ക് പീസിലും ഒരു കട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ നൈറ്റിൻ്റെ പീസിൻ്റെ ചീത്ത വശത്ത്, അതായത് റോങ് സൈഡിൽ കറക്റ്റ് സെൻറ്ററിൽ ഈ നെക്ക് പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ ബീഡ്സ് എങ്ങാൻ കുത്തിയാൽ കറക്റ്റായിട്ട് കിട്ടും. അങ്ങനെ കുത്തി വെച്ച് കൊടുക്കുക. ഇത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നൈറ്റി പീസിൻ്റെ റോങ് സൈഡും നെക്ക് പീസിൻ്റെ റോങ് സൈഡും ഫേസ് ടു ഫേസ് വരുന്ന പോലെയാണ് വെച്ച് കൊടുക്കേണ്ടത്. അതായത് ചീത്തവശം ഉള്ളോട്ടാക്കിയിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ക്യാൻവാസൊക്കെ വെച്ച് അടിക്കുന്ന പോലെ ആ ഡിസൈൻ, അതായത് ആ നെക്ക് പീസിലുള്ള ഡിസൈൻ ഉണ്ടല്ലോ, ആ ഡിസൈനിൻ്റെ മുകളിൽ കൂടെ അല്ലാതെ അതിൻ്റെ കറക്റ്റ് അരികത്തൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആ ബോർഡറിലേക്ക് കയറരുത്, ആ അരികത്തൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഉള്ളോട്ട് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. നൈറ്റി പീസും ഒരുമിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചെറിയ ചെറിയ കട്ട്സ് തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളത് മറച്ചിട്ട് മുമ്പിലെ ഭാഗത്തേക്ക് ഫ്രണ്ട് സൈഡിലേക്ക് വെച്ചിട്ട് അടിക്കുകയാണ് ചെയ്യുക. ഫ്രണ്ട് സൈഡിലേക്ക് മറച്ച് വെച്ചതിന് ശേഷം അരികത്തൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് മറ്റേ സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഫസ്റ്റിൽ സീമ ഉള്ളോട്ട് മടക്കി അടിച്ചില്ലേ, ആ ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ ചെറിയൊരു ലേസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. മീറ്ററിന് 5 റുപ്പീസ് എങ്ങാനുള്ളൂ. അതിങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക്, അതിനൊരു എലാസ്റ്റിക് പോലത്തെ ഒരു സൈഡുണ്ട്, ആ സൈഡ് ഇതിൻ്റെ ഉള്ളോട്ട് വെച്ചിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ അത് കഴിയുമ്പം ഈ നെക്ക് പീസ് ഉണ്ടല്ലോ അതിൻ്റെ സൈഡിൽ കൂടെ ഒരു ബോർഡർ പോലെ ഒരു ലേസ് വരും. ഇനി നമ്മൾ നൈറ്റിൻ്റെ ബാക്ക് സൈഡാണ് അടിക്കാൻ പോകുന്നത്. ബാക്ക് സൈഡിൽ നെക്കിൻ്റെ വിഡ്ത്ത് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തതാണല്ലോ, അതിൻ്റെ ലെങ്ത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കാം. ഞാൻ 3 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് വെട്ടി കൊടുക്കുക. എന്നിട്ടൊരു ക്രോസ് പീസ് എടുക്കുക. ക്രോസ് പീസ് എടുത്തിട്ട് സെൻറ്ററിൽ ഫോൾഡ് ചെയ്തിട്ട് ഇതിൽ ഈ വക്കത്ത് കൂടെ, ഈ നെക്കിൻ്റെ വക്കത്ത് കൂടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അത് മറച്ചിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് അത് അപ്പുറത്തെ ഭാഗത്തേക്കാക്കിയിട്ട് കുറച്ച് വിട്ടിട്ട് ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുക. ഇങ്ങനെയാണ് ബാക്ക് സൈഡിൽ നെക്ക് കംപ്ലീറ്റ് ആകുന്നത്. ഇത് കുറച്ചുകൂടി ഫിനിഷിങ്ങിൽ കിട്ടാൻ വേണ്ടിയിട്ട് ക്രോസ് പീസ് മടക്കി അടിക്കുമ്പം, അതായത് അപ്പുറത്തെ സൈഡിലേക്ക് മടക്കി അടിക്കുമ്പം നമ്മുടെ നൈറ്റിൻ്റെ ബാക്ക് പീസിലാണല്ലോ ഇപ്പോൾ ചെയ്യുന്നത്. ബാക്ക് പീസും ഫ്രണ്ട് പീസും നല്ല ഭാഗവും ചേർത്ത് വെക്കുക. എന്നിട്ട് ഈ ക്രോസ് പീസ് ഫ്രണ്ട് പീസിൻ്റെ ഭാഗത്തേക്ക് ഇപ്പോൾ ഇതിൽ കാണിക്കുന്ന പോലെ ഇങ്ങനെ മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. 2 ഷോൾഡറും ജോയിൻ ചെയ്തതിന് ശേഷം പിന്നെ തിരിച്ചിട്ട് നോർമലാക്കിയിട്ട് അടിച്ചു കൊടുക്കുക. അപ്പം ആ ഷോൾഡറിൻ്റെ അവിടെ കുറച്ചുകൂടെ ഫിനിഷിങ്ങിൽ കിട്ടും.
ആ ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം ബാക്ക് സൈഡിൽ നോർമലായിട്ട് നമ്മൾ മറിച്ചിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ സ്ലീവാണ് അറ്റാച്ച് ചെയ്യാനുള്ളത്. സ്ലീവ് ഞാൻ നേരത്തെ നമ്മൾ കുറേ കട്ട് പീസുകൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തിരുന്നില്ല, അതൊക്കെ സ്ട്രെയിറ്റ് ആക്കി കട്ട് ചെയ്ത് ഒന്നുമില്ല. ആ ജോയിൻ ചെയ്യുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അതൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്താൽ അത് ഷേപ്പാക്കി വരയ്ക്കേണ്ടത്. ഞാൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ പീസും ജോയിൻ ചെയ്ത് വെച്ചതിന് ശേഷം ഫോൾഡ് ചെയ്തിട്ട് കൈയിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കുകയാണ് ചെയ്തത്. പലതും പല വിധത്തിലാണ് കിടന്നിരുന്നത്, ഒക്കെ കറക്റ്റാക്കി വെട്ടി കൊടുക്കാം. ശേഷം നമുക്ക് ആ സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കാം. സ്ലീവിൻ്റെ സെൻറ്റർ നമ്മൾ നോച്ചിട്ട് ആ ഭാഗവും പിന്നെ ഷോൾഡറിൻ്റെ സ്റ്റിച്ച് വരുന്ന അവിടെയും ഒപ്പരം വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങേണ്ടത്. താഴോട്ട് സ്റ്റിച്ച് ചെയ്യുക, പിന്നെ അവിടുന്ന് തിരിച്ചിട്ട് അപ്പുറത്തെ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ പറഞ്ഞല്ലോ, ആദ്യം നമ്മൾ ആം ഹോള് അളന്നിട്ട് വേണം സ്ലീവ് വരച്ചിട്ട് ആ രണ്ടളവും സെയിം ആണെങ്കിൽ മാത്രമേ നമുക്കത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. എന്നിട്ടത് നോർമൽ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്ലീവിൻ്റെ നല്ല ഭാഗവും നൈറ്റി പീസിൻ്റെ നല്ല ഭാഗവും ചേർത്ത് വെച്ചിട്ടാണ് സ്ലീവ് അടിക്കേണ്ടത്. സ്ലീവ് ജോയിൻ ചെയ്തതിന് ശേഷം സ്ലീവിൻ്റെ അടിഭാഗം മടക്കി അടിച്ചു കൊടുക്കുക. ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് രണ്ട് സ്ലീവ് മടക്കി അടിച്ചു കൊടുക്കുക. എന്നിട്ട് പിന്നെ സൈഡ് രണ്ടും കൂട്ടി അടിക്കുക. അടിഭാഗം ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് മടക്കി അടിക്കുക.